നമസ്കാരം. ജന്തുലോകത്ത് ജീവജാലങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളികളിൽ ഒന്നാണ് ഉറക്കം. ഇന്ദ്രിയങ്ങൾ നിശ്ചലമാവുകയും ബോധം താൽക്കാലികമായി മറയുകയും ചെയ്യുന്ന ഉറക്കത്തിൻ്റെ വേളകൾ ഏത് വന്യമൃഗത്തെയും ശത്രുക്കൾക്ക് മുന്നിൽ തീർത്തും ദുർബലരാക്കുന്നു. ആധുനിക മനുഷ്യൻ ഇന്ന് രാത്രികളിൽ ഉറക്കമില്ലാതെ കിടക്കുന്നത് പരീക്ഷകളെക്കുറിച്ചോ ഓഫീസിലെ പ്രസൻറ്റേഷനുകളെക്കുറിച്ചോ ഓർത്തുള്ള ആശങ്കകൾ കാരണമാകാം. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പുൽമേടുകളിൽ നഗ്നമായ നിലത്ത് കിടന്നുറങ്ങിയിരുന്ന നമ്മുടെ പൂർവികരുടെ അവസ്ഥ അതായിരുന്നില്ല. ഇരുട്ട് വീഴുന്നതോടെ കാട്ടുനായ്ക്കളും പുലികളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും ശത്രുക്കളായ മറ്റ് ഗോത്രങ്ങളും കഠിനമായ തണുപ്പുമെല്ലാം ഒരേ സമയം അവർക്ക് വലിയ ഭീഷണി ഉയർത്തിയിരുന്നു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഉറക്കമെന്നത് ഒരു ജീവിവർഗത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എങ്കിലും അത് അവരെ ഏത് നിമിഷവും വേട്ടയാടപ്പെടാവുന്ന അവസ്ഥയിലാക്കുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഭൂമിയിലെ ഏറ്റവും വിജയകരമായ ജീവിവർഗമായി മാറാൻ മനുഷ്യന് സാധിച്ചു എന്നത് പ്രപഞ്ചത്തിലെ തന്നെ വലിയൊരു അത്ഭുതമാണ്. മനുഷ്യൻ്റെ ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഏറ്റവും വലിയ വൈരുദ്ധ്യം മറ്റ് സസ്തനികളെയും പ്രൈമറ്റുകളെയും അപേക്ഷിച്ച് മനുഷ്യൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പവും തലച്ചോറിൻ്റെ ഘടനയും വെച്ച് നോക്കിയാൽ മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണമായിരുന്നോ അതിൻ്റെ പകുതിയോളം സമയം കൊണ്ട് തന്നെ നമ്മൾ ഉന്മേഷം മുന്നെടുക്കുന്നു. പരിണാമ പ്രക്രിയയിൽ ഉറക്കം അത്രമേൽ പ്രധാനമാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രകൃതി മനുഷ്യന് കുറഞ്ഞ സമയം കൊണ്ട് ഉറക്കം പൂർത്തിയാക്കാനുള്ള ശേഷി നൽകിയത് എന്നത് ശാസ്ത്രലോകത്തെ ഏറെക്കാലം കുഴക്കിയ ചോദ്യമായിരുന്നു. ഇതിനുള്ള ഉത്തരം മനുഷ്യൻ തൻ്റെ ഉറക്കത്തെ ഒരു വ്യക്തിഗതമായ പ്രക്രിയയായിട്ടല്ല മറിച്ചൊരു സാമൂഹികമായ കൂട്ടായ്മയായിട്ടാണ് പരിഹരിച്ചത് എന്നതിലൂടെയാണ് തെളിഞ്ഞിരിക്കുന്നത്. മനുഷ്യപരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ പൂർവികർ മറ്റു കുരങ്ങ് വർഗ്ഗങ്ങളെപ്പോലെ മരങ്ങൾക്ക് മുകളിൽ കൂടുണ്ടാക്കി ഉറങ്ങുന്ന ശീലം ഉപേക്ഷിച്ച് നിലത്ത് കിടന്നുറങ്ങാൻ തുടങ്ങി. മരങ്ങൾക്ക് മുകളിലെ ഉറക്കം വന്യമൃഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകിയിരുന്നു എന്നതിനാൽ നിലത്തേക്കുള്ള ഈ മാറ്റം അത്യന്തം അപകടം നിറഞ്ഞതായിരുന്നു. എന്നാൽ മനുഷ്യൻ വെറുതെ നിലത്ത് കിടക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ തങ്ങളുടെ ഉറക്ക അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ പഠിച്ചു. തീ കണ്ടുപിടിച്ചതും താൽക്കാലികമായ പാർപ്പിടങ്ങൾ നിർമ്മിച്ചതും ഇതിൽ നിർണായക പങ്കുവഹിച്ചു. ഇതിനെല്ലാം ഉപരിയായി അവർ ഒരു സംഘമായി ഒന്നിച്ച് കിടക്കാൻ തുടങ്ങി. അതോടെ രാത്രികാലങ്ങളിലെ കാവലിൻ്റെയും ജാഗ്രതയുടെയും ഉത്തരവാദിത്തം ഒരാളിൽ മാത്രമാകാതെ ആ കൂട്ടായ്മയിലേക്ക് വീതിക്കപ്പെട്ടു. ആധുനിക കാലത്ത് നമ്മൾ കരുതുന്നത് പോലെ രാത്രിയിൽ ഒരൊറ്റ ബ്ലോക്കായി 8 മണിക്കൂർ തുടർച്ചയായി ഉറങ്ങുന്ന രീതിയായിരുന്നില്ല പുരാതന മനുഷ്യൻ്റേത്. യഥാർത്ഥത്തിൽ ഈ 8 മണിക്കൂർ ഉറക്കമെന്നത് 19-ാം നൂറ്റാണ്ടിലെ തൊഴിൽ സമരങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഒരു വ്യവസ്ഥ മാത്രമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരുടെ സ്വാഭാവിക ഉറക്കം വളരെ ലളിതവും അയവുള്ളതുമാണ്. ഒരു സംഘമായി ഉറങ്ങുമ്പോൾ എല്ലാവരും ഒരേ സമയം അബോധാവസ്ഥയിലേക്ക് പോകുന്നില്ല. വ്യത്യസ്ത പ്രകൃതക്കാരായ മനുഷ്യർ ഉള്ളതുകൊണ്ട് തന്നെ ചിലർ നേരത്തെ ഉറങ്ങുകയും ചിലർ രാത്രി വൈകി ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. രാത്രിയുടെ പല യാമങ്ങളിൽ മാറി മാറി ആളുകൾ ഉണരുന്ന ഈ രീതി ഒരു കാവൽ സംവിധാനം പോലെ പ്രവർത്തിച്ചു. ഒരു കൂട്ടത്തിൽ എപ്പോഴും ആരെങ്കിലും ഒരാൾ ഉണർന്നിരിക്കുന്നു എന്നത് ആ സംഘത്തെ മുഴുവൻ വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കി നിർത്തി. സാമൂഹികമായ ഈ സംരക്ഷണവും തീയുടെ സാന്നിധ്യവും കാരണം മനുഷ്യന് ഭയം കൂടാതെ ആഴത്തിൽ ഉറങ്ങാൻ സാധിച്ചു. സുരക്ഷിതമായ അന്തരീക്ഷം ലഭിച്ചതോടെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തലച്ചോറിന് ആവശ്യമായ വിശ്രമം നൽകുവാൻ മനുഷ്യന് കഴിഞ്ഞു. അതോടൊപ്പം ഇരുട്ടിനെ ഭയപ്പെടേണ്ടതില്ലെന്ന് വന്നതോടെ രാത്രികാലങ്ങളിൽ മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള വേദിയായി മാറി. സൂര്യാസ്തമയത്തിന് ശേഷം തീ കായാനായി ഒത്തുകൂടിയ മനുഷ്യർ ആ സമയം കഥകൾ പറയാനും അറിവുകൾ പങ്കുവെക്കുവാനും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും കുട്ടികളെ ആശ്വസിപ്പിക്കാനും ഉപയോഗിച്ചു. വെറുമൊരു വിശ്രമവേള എന്നതിനപ്പുറം മനുഷ്യ സംസ്കാരവും ഭാഷയും പരസ്പര സഹകരണവും രൂപപ്പെട്ടത് ഈ രാത്രികാല കൂട്ടായ്മകളിലാണ്. ഇന്ന് നമ്മൾ ഉറക്കത്തെ ഒരു വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നമായി മാത്രമാണ് കാണുന്നത്. എത്ര മണിക്കൂർ ഉറങ്ങി, മുറിയിൽ എത്രത്തോളം ഇരുട്ടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ പൂർവികർ അതിജീവിച്ചത് അവർ ഒന്നിച്ചുറങ്ങാൻ പഠിച്ചത് കൊണ്ട് മാത്രമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നു. പ്രകൃതിയിലെ മറ്റ് ജീവികളെല്ലാം രാത്രിയെ ഇപ്പോഴും ഭയത്തോടെ കാണുമ്പോൾ മനുഷ്യൻ രാത്രി അതിജീവനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിത്തറയാക്കി മാറ്റി. മനുഷ്യൻ്റെ ഉറക്കത്തിൻ്റെ ചരിത്രം എന്നത് കേവലം വിശ്രമത്തിൻ്റെ കഥയല്ല, മറിച്ച് ഒരു ദുർബലനായ ജീവി പ്രപഞ്ചത്തിലെ ഏറ്റവും അപകടം പിടിച്ച സമയത്തെ എങ്ങനെ തൻ്റെ വിജയഗാഥയാക്കി മാറ്റിയെന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.